നമസ്കാരം, എല്ലാവർക്കും ടെറ്റോ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസിലെ എക്കണോമിക്സ് ക്വസ്റ്റ്യൻസിന്റെ നെക്സ്റ്റ് ഫേസ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 3 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് പറയാൻ പോകുന്നത് ഈ 20ാമത്തെ ചോദ്യമാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യവും ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്ന NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്ന ഒരു ചോദ്യമാണ്. +2 മാക്രോ എക്കണോമിക്സിൽ നിന്ന് തന്നെയാണ് ഇതും ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് ചോദ്യം? വരുമാന കമ്മിയും ധനകമ്മിയും തമ്മിലുള്ള വ്യത്യാസം ശരിയായി വ്യക്തമാക്കുന്ന പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 20, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി ഡിഫറൻഷിയേറ്റ് റവന്യൂ ഡെഫിസിറ്റ് ആൻഡ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്? ഓക്കെ, ഇതാണ് നമ്മുടെ ചോദ്യം. ഇത് നിൽക്കുന്നത് നോക്കുക, നമ്മുടെ മാക്രോ എക്കണോമിക്സിനകത്ത് വരുമാനത്തിനെ പറ്റിയിട്ടും നികുതിയെ പറ്റിയിട്ടും ഒക്കെ ടാക്സിനെ പറ്റിയിട്ടും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന 3ാമത്തെ ചാപ്റ്ററിനകത്ത് കൃത്യമായി കിടപ്പുണ്ട്. റവന്യൂ കമ്മി, റവന്യൂ ഡെഫിസിറ്റ്, തൊട്ട് താഴെ ധനകമ്മി, ഫിസ്ക്കൽ ഡെഫിസിറ്റ്. പേജ് നമ്പർ 95ഉം 96ഉം ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. റവന്യൂ കമ്മി ഉണ്ടാകുന്നത് റവന്യൂ വരുമാനം റവന്യൂ ചിലവിനേക്കാൾ കുറയുമ്പോൾ ആണ്. അതേസമയം ധനകമ്മി പ്രതിനിധീകരിക്കുന്നത് കടബാധ്യത കൂടാതെയുള്ള ആകെ വരവിൽ നിന്നും അധികമായി വരുന്ന ആകെ ചെലവാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. അതുകൊണ്ട് ഞാൻ താഴോട്ട് പറയുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് മുകളിൽ കിടപ്പുണ്ട്. അപ്പം ആദ്യം നമുക്ക് അവിടെ നിന്ന് നോക്കി വരാം. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിന്റെ ബഡ്ജറ്റും സമ്പദ്ഘടനയും എന്ന് പറയുന്ന ഒരു കോമൺ ടോപ്പിക് ഉണ്ട്. മുകളിലോട്ടും ഉണ്ട് കേട്ടോ. മുകളിലോട്ടും നിങ്ങൾ വായിച്ചിട്ട് പോവുക. ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് റെസിപ്റ്റ് പ്രീവിയസ് ചോദ്യമാണ്. അതും കൂടെ നോക്കിയിട്ട് പോകുന്നത് സേഫ് ആയിരിക്കും. അപ്പൊ ഞാനിത് കുറെ വട്ടം പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഞാൻ ഒന്നും കൂടെ പറയാം. റവന്യൂ റെസിപ്റ്റ് എന്താണെന്ന് ആദ്യം പറയാം. റവന്യൂ വരവ്, സർക്കാരിൽ നിന്നും തിരിച്ചൊന്നും അവകാശപ്പെടാൻ കഴിയാതെ സർക്കാരിലേക്ക് ഒടുക്കുന്ന വരുമാനമാണ് റവന്യൂ വരവ്. എന്താണ്? സർക്കാരിൽ നിന്നും തിരിച്ചൊന്നും നമുക്ക് അവകാശപ്പെടാൻ കഴിയാതെ സർക്കാരിലേക്ക് കൊടുക്കുക നമ്മൾ, അല്ലെങ്കിൽ സർക്കാരിലേക്ക് ഒടുക്കുന്ന വരുമാനമാണ് ഈ റവന്യൂ റെസിപ്റ്റ് അഥവാ റവന്യൂ വരവ്. അതുകൊണ്ട് തന്നെ ഇവയെ തിരിച്ചെടുക്കാൻ കഴിയാത്തതെന്ന് വിളിക്കാറുണ്ട്, നോൺ റെഡീമബിൾ എന്ന് വിളിക്കാറുണ്ട്. റവന്യൂ വരവുകളെ നികുതി വരുമാനം, നികുതി ഇതര വരുമാനം എന്നിങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. തൊട്ടുമുള്ളത്തെ ചോദ്യം നികുതി വരുമാനം, നികുതി ഇതര വരുമാനത്തെ പറ്റിയിട്ടായിരുന്നു. അപ്പൊ അതും ഇവിടെ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ്? റവന്യൂ വരവെന്ന് പറയുന്നത് രണ്ടാണ്. എന്ത്? ഒന്ന് നികുതി ഇതര വരുമാനം, ഒന്ന് നികുതി വരുമാനം. അതായത് സർക്കാരിലേക്ക് വരുന്ന പൈസ ഉണ്ടല്ലോ, സർക്കാരിന്റെ പൈസ എവിടുന്നാ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതല്ലേ, നമ്മുടെ ടാക്സിൽ നിന്നും ബാക്കി ഫീസ്, നമ്മുടെ ഫീസുകള്, ബാക്കി വരുന്ന ഫൈനുകൾ, ഇതിൽ നിന്നൊക്കെയാണ് സർക്കാരിന് പൈസ. അല്ലാതെ സർക്കാരിന് സ്വന്തമായിട്ട് പൈസ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഓർത്തു വെച്ചേക്കാം. സർക്കാരിൽ നിന്നും നമുക്ക് ഈ ഒരു നികുതി കൊടുക്കുന്നതുകൊണ്ട് തിരിച്ചൊന്നും നമുക്ക് കിട്ടുന്നില്ല, അല്ലെ? പ്രോഫിറ്റ് വല്ലതും കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് ആ കൊടുക്കുന്നതിനെയാണ് നമ്മൾ റവന്യൂ റെസിപ്റ്റ് അഥവാ റവന്യൂ വരവെന്ന് വിളിക്കുന്നത്. സർക്കാരിലേക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ സർക്കാരിന് കിട്ടുന്നത്. ഇതിനെ തന്നെ ഈ റവന്യൂ വരവിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ, ഒന്ന് നികുതി വരുമാനം, ടാക്സ് ആണ്, അല്ലെങ്കിൽ ടാക്സ് ഇതര വരുമാനം, നികുതി ഇതര വരുമാനം, നോൺ ടാക്സും ടാക്സും. റവന്യൂ വരുമാനത്തിലെ പ്രധാന ഘടകം എന്താ? നികുതി വരുമാനമാണ്. നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണ് റവന്യൂ റെസിപ്റ്റിനകത്തെ പ്രധാനപ്പെട്ട വരുമാനം. നികുതികളെ തന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. എന്തൊക്കെയാണ്? ഒന്ന് ഡയറക്റ്റ് ടാക്സും ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. ടാക്സിനെ നമ്മൾ പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കും. വ്യക്തിഗത ആദായ നികുതി, എന്താ അത്? പേഴ്സണൽ ഇൻകം ടാക്സ്, കോർപ്പറേഷൻ ടാക്സ് തുടങ്ങിയവയൊക്കെ പ്രത്യക്ഷമായിട്ട് വരുന്ന നികുതികളാണ്. ഇവിടെ എല്ലാം ചോദിച്ചിട്ടുണ്ട്. പ്രത്യക്ഷ നികുതിയുണ്ട്, പരോക്ഷ നികുതിയുണ്ട്, അല്ലയോ? ഈ വ്യക്തിഗത ആദായ നികുതി, പേഴ്സണൽ ഇൻകം ടാക്സ്, ഓരോരുത്തർക്കും ഓരോ ഇൻകം ടാക്സ്, അതായത് ടാക്സ് കൊടുക്കണ്ടേ, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സാലറിക്ക് അനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണ് പേഴ്സണൽ ഇൻകം ടാക്സ്. കോർപ്പറേഷൻ ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കമ്പനി കൊടുക്കുന്ന ടാക്സ്. ഇതെല്ലാം ഡയറക്റ്റ് ആണ്. വസ്തുക്കൾക്ക് മേൽ ചുമത്തുന്ന നികുതി, വിവിധ തീരുവകൾ പരോക്ഷ നികുതികളാണ്. വസ്തുക്കൾക്ക് മേൽ ചുമത്തുന്നത്, അതായത് വസ്തുവിന്റെ കരം എന്ന് പറയുന്ന പേരിൽ നമ്മൾ ടാക്സ് കൊടുക്കാറുണ്ട്. അതുപോലെ വിവിധ തീരുവകൾ, ഇതൊക്കെ ഇൻഡയറക്റ്റ് ടാക്സുകളാണ്. എക്സൈസ് തീരുവ, രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾക്ക് മേൽ ചുമത്തുന്ന നികുതി. കസ്റ്റംസ് തീരുവ, ഇറക്കുമതി വസ്തുക്കൾ മേലും കയറ്റുമതി വസ്തുക്കൾ മേലും ചുമത്തുന്ന നികുതി, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സേവന നികുതി എന്നിവയെല്ലാം തന്നെ ഇൻഡയറക്റ്റ് ടാക്സ് ആണ്, അല്ലെ? അപ്പൊ ഡയറക്റ്റ് ടാക്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. പേഴ്സണൽ ഇൻകം ടാക്സ്, കമ്പനി നികുതി, ഇതെല്ലാം പ്രത്യക്ഷ നികുതികളാണ്. വസ്തുക്കൾക്ക് മേൽ ചുമത്തുന്ന നികുതി, വിവിധ തീരുവകൾ പരോക്ഷ നികുതികളാണ്. എക്സൈസ് തീരുവ
കസ്റ്റംസ് തീരുവ, സേവന നികുതി, ഇതൊക്കെ തന്നെ എന്താണ്? പരോക്ഷമാണ്, ഇൻഡയറക്റ്റ് ആണ്. സ്വത്ത് നികുതി, വെൽത്ത് ടാക്സ് എന്ന് പറയും, പാരിതോഷിക നികുതി, ഗിഫ്റ്റ് ടാക്സ്, സ്ഥാവര വസ്തു തീരുവ, ഓക്കെ, ഇതെല്ലാം പ്രത്യക്ഷ നികുതികളൊക്കെ ഇപ്പൊ ഇതെല്ലാം എടുത്തു മാറ്റി. ഇവയിൽ നിന്നുള്ള വരുമാനം പരിഗണനീയമല്ലാത്തതിനാൽ അവയെ നമ്മൾ ഇപ്പൊ വിളിക്കുന്നത് പേപ്പർ ടാക്സ് എന്നാണ്. എന്ത് വിളിക്കും? കടലാസ് നികുതി അഥവാ പേപ്പർ ടാക്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും ടാക്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഏത് ടാക്സിനെ പറ്റിയിട്ടാണ്? റവന്യൂ റെസിപ്റ്റ്, റവന്യൂ വരവിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണല്ലോ. ഇനി നോക്കിക്കേ, മൂലധന വരവുകൾ. എന്താണ് ഈ മൂലധന വരവ്? വായ്പകള്, ആസ്തികളുടെ വിൽപ്പന എന്നിവയിലൂടെയും സർക്കാർ വരുമാനം കണ്ടെത്താറുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു ടാക്സിലൂടെയാണ് പ്രധാനമായിട്ടും സർക്കാരിന് ടാക്സ്, നോൺ ടാക്സ് റവന്യൂവിൽ നിന്നാണ് പൈസ കിട്ടുന്നത്. അതാണ് റവന്യൂ റെസിപ്റ്റ് അഥവാ റവന്യൂ വരവ്. ഇനി അടുത്തത് മൂലധന വരവ് എന്ന് പറയും. ക്യാപിറ്റൽ ആയിട്ടുള്ള വരവുകളുണ്ട്. അതെന്തൊക്കെയാ? ഒന്ന് വായ്പ, ആസ്തികൾ വിൽക്കുക, ഇവയിലൂടെ സർക്കാരിന് വരുമാനം കിട്ടും. വായ്പകൾ വാങ്ങിയ ഏജൻസികൾക്ക് തന്നെ അവ തിരിച്ചു നൽകേണ്ടതിനാൽ വായ്പകൾ സർക്കാരിന് എന്താണ്? ഒരു ബാധ്യതയാണ്, കടമെടുക്കുന്നത്. പൊതുവെ അത് അത്രയും ഒന്ന് ഓർത്തു വെച്ചേക്കണേ, ആ ഒരു സെക്ഷൻ ഒന്ന് ഓർത്തു വെച്ചേക്കണം. മൂലധന വരവ്, വായ്പ, ആസ്തികളുടെ വിൽപ്പന എന്നിവയിലൂടെ സർക്കാർ വരുമാനം കണ്ടെത്തുന്നതാണ് മൂലധന വരവ്. മൂലധന വരവ് ഈ പറഞ്ഞതുകൂട്ട് തന്നെ വായ്പ കൊടുത്തു, അതായത് ക്യാപിറ്റൽ കൊടുത്തിട്ട് അതിൽ നിന്നും പലിശ, ആസ്തികളുടെ വിൽപ്പന, അവർ അതിൽ ഓൾറെഡി ഉള്ള ഷെയറുകൾ അവർ വിറ്റു, ഇതിൽ നിന്നും സർക്കാരിന് പൈസ കിട്ടും. അതൊക്കെ എങ്ങനെയാ കിട്ടുന്നത്? ക്യാപിറ്റലിൽ നിന്ന് കിട്ടുന്ന, സോ മൂലധന വരവെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് സർക്കാരിന് ശരിക്കും എന്താണ്? തിരിച്ചു കൊടുക്കേണ്ടതാണ്. കട ആയതുകൊണ്ട് തന്നെ ഇതൊരു ബാധ്യതയാണ്. മറ്റതൊന്നും ബാധ്യതയല്ല. ഏത്? റവന്യൂ റെസിപ്റ്റ് ഒരു ബാധ്യതയല്ല, സർക്കാരിന് കിട്ടുന്ന പൈസയാണ്. ഓക്കെ ആണല്ലോ. ഇനി നോക്കിക്കേ, സർക്കാർ ബജറ്റും സമ്പദ്ഘടനയും. നോക്കിയേ, സർക്കാർ ബജറ്റിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് റവന്യൂ ബജറ്റ്, ഒന്ന് മൂലധന ബജറ്റ്. റവന്യൂ ബജറ്റും മൂലധന ബജറ്റും. റവന്യൂ ബജറ്റിനകത്ത് റവന്യൂ വരുമാനം, റവന്യൂ ചെലവ്. മൂലധനത്തിനകത്തും മൂലധന വരവ്, മൂലധന ചെലവ്. ഈ റവന്യൂ വരുമാനത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ടാക്സ് റവന്യൂ, നികുതി ഇതര. ഇപ്പൊ നമ്മൾ പറഞ്ഞതുകൊണ്ട് തന്നെ റവന്യൂ റെസിപ്റ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് ടാക്സ്, നോൺ ടാക്സ്. റവന്യൂ ചെലവിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. പ്ലാൻ റവന്യൂ ചെലവ്, നോൺ പ്ലാൻ റവന്യൂ ചെലവ്. മൂലധന വരവിനകത്ത് അത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആസ്തി വിൽക്കുക അല്ലെങ്കിൽ വായ്പ കൊടുക്കുക, അത് ബാധ്യതയാണ്. ഇനി മൂലധന ചെലവിനകത്ത് പ്ലാൻ മൂലധന ചെലവ്, നോൺ പ്ലാൻ മൂലധന ചെലവ് എന്ന് പറയുന്ന രണ്ട് രീതിയിൽ കൊണ്ടുവരാം കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഗവൺമെന്റ് ആസ്തികൾ നമ്മൾ വിറ്റഴിക്കുന്നു എന്നതുകൊണ്ട് അർത്ഥം എന്താ? ഭാവിയിൽ ലഭിക്കുക, അതായത് ഒരു ഫോർ എക്സാമ്പിൾ ഒരു 100 സെന്റ് ഗവൺമെന്റിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അത് വിറ്റഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ 100 സെന്റിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്ന ആദായം ഇതോടുകൂടി തീരുവാണെന്നല്ലേ, അല്ലെ? അതൊരു നഷ്ടമാണെന്നല്ലേ. അപ്പൊ ഇപ്പൊ പൈസ കിട്ടിയാലും അത് മൊത്തത്തിൽ ഒരു നഷ്ടം വന്നു. അപ്പൊ ഗവൺമെന്റ് ആസ്തികൾ വിറ്റഴിക്കുക എന്ന് പറഞ്ഞത് നമ്മൾ എവിടെ പറഞ്ഞു? മൂലധന വരവിനകത്ത് പറഞ്ഞു. സോ ഗവൺമെന്റ് ആസ്തികൾ വിറ്റഴിക്കുന്നു എന്നതിനർത്ഥം അവയിൽ നിന്നും ഭാവിയിൽ ലഭിക്കാമായിരുന്ന വരുമാനം നഷ്ടപ്പെട്ടു എന്നാണ്. അതുകൊണ്ട് മൂലധന വരവുകൾ കടബാധ്യത സൃഷ്ടിക്കുകയോ കടബാധ്യത സൃഷ്ടിക്കാത്തവയോ ആയിരിക്കും. ഒന്നെങ്കിൽ ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നോൺ ഡെപ്റ്റ് ആയിരിക്കും. ഇതോടുകൂടി ഡെപ്റ്റ് തീർന്നു, ഇനി അതിൽ നിന്നും വരുമാനം ഇല്ല. അല്ലെങ്കിൽ അതിൽ നിന്നും തിരിച്ചടക്കേണ്ട പൈസ ആയിരിക്കും, പലിശ ഉൾപ്പെടെ തിരിച്ചു കൊടുക്കണമായിരിക്കും വായ്പ എടുത്താലും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു മൂലധന വരവ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ വരാം. ഒന്ന് ഡെപ്റ്റ് ക്രിയേറ്റഡ് ആണ്, അല്ലെങ്കിൽ നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ആയിരിക്കും. അതുകൂടെ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ചെലവുകൾ. എക്സ്പെൻഡിച്ചറിനെ പറ്റിയിട്ട് പറയുമ്പം ഒന്ന് റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്. എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അങ്ങനെ രണ്ട് രീതിയിൽ പറയാം. ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ഭൗതിക ആസ്തികളോ ധനകാര്യ ആസ്തികളോ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ അല്ലാതെ കേന്ദ്ര സർക്കാർ നിർവഹിക്കുന്ന എല്ലാ ചെലവുകളും ഈ ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ, റവന്യൂ ചെലവിന്റെ ഭാഗമാണ്. ഭൗതിക ആസ്തികള് ധനകാര്യ ആസ്തികൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടല്ലാതെ കേന്ദ്ര സർക്കാർ നിർവഹിക്കുന്ന എല്ലാ ചെലവും ഇതിന്റെ ഭാഗമാണ്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം, വിവിധ സേവനങ്ങൾ ലഭ്യമാക്കൽ, സർക്കാർ വായ്പകളുടെ പലിശയടവ്, സംസ്ഥാന സർക്കാരുകൾക്കും മറ്റ് ഏജൻസികൾക്കും കൊടുക്കുന്ന ഗ്രാന്റ്, ഇതൊക്കെ എന്താണ്? റവന്യൂ ചെലവാണ്. എന്തൊക്കെയാ റവന്യൂ ചെലവ് എന്ന് പറയുന്നത്? ഒരിക്കലും ഒരു ഫിസിക്കൽ അസറ്റ് ഉണ്ടാക്കുകയല്ല, ധനകാര്യ ആസ്തി ഈ ഒരു കടപ്പത്രമോ അങ്ങനെ ഒന്നും ക്രിയേറ്റ് ചെയ്യാതെ ചെലവായി പോവുക. അതിനകത്ത് എന്തൊക്കെ വരും? വിവിധ സേവനം, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന സേവനം കൊടുക്കുന്നു, അതിൽ ചെലവാകുന്ന പൈസ. സർക്കാരിന്റെ വായ്പയുടെയൊക്കെ പലിശ അടയ്ക്കുന്നു, അതിന്റെ ചെലവ്. സംസ്ഥാന സർക്കാർക്കും മറ്റും ഏജൻസികൾക്കൊക്കെ ഗ്രാന്റ് പോലെ കൊടുക്കത്തില്ലേ, അത് ചെലവല്ലേ? അതിൽ നിന്നൊന്നും തിരിച്ചു കിട്ടുന്നില്ല. ഫിസിക്കൽ അസറ്റ് എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒരു കെട്ടിടം ഉണ്ടാക്കുന്നില്ല, ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്നില്ല, അങ്ങനെ ഒന്നുമില്ല. അതിൽ നിന്നൊന്നും കിട്ടാനില്ല, എല്ലാം ചെലവായി പോവുകയാണ്.
അതാണ് റവന്യൂ ചെലവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റവന്യൂ ചെലവിനെ പദ്ധതി ചെലവ്, പദ്ധതി ഇതര ചെലവ് എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കുന്നു. ഓക്കെ, എന്താണ് പദ്ധതി ചെലവ്, പദ്ധതി ഇതര ചെലവ് എന്ന് രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, പദ്ധതി ഇതര ചെലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ പറഞ്ഞു, ഈ വർഗീകരണം അനുസരിച്ചിട്ട് കേന്ദ്ര പദ്ധതി, ഫോർ എക്സാമ്പിൾ ഈ പഞ്ചവത്സര പദ്ധതി പോലെയുള്ളത്, സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുള്ള കേന്ദ്ര സഹായം എന്നിവയുമായി ബന്ധപ്പെട്ട പദ്ധതി ചെലവിലുള്ള, അതായത് ഒരു പദ്ധതി ഉണ്ടാക്കി സംസ്ഥാനങ്ങൾക്കോ യൂണിയൻ ടെറിട്ടറീസിനോ സെൻട്രൽ ഗവൺമെന്റിനോ തന്നെ അതിനു വേണ്ടിയിട്ട് ചെലവാക്കുന്നതാണെങ്കിൽ പദ്ധതി ചെലവാണ്. റവന്യൂ ചെലവിലെ പ്രധാന ഘടകം പദ്ധതി ഇതര ചെലവാണ്. റവന്യൂ ചെലവിലെ പ്രധാനപ്പെട്ട ഘടകം പദ്ധതി ഇതര ചെലവുകളാണ്. ഓക്കെ, ഗവൺമെന്റിന്റെ വിപുലമായ പൊതു സാമ്പത്തിക സാമൂഹ്യ സേവനങ്ങൾക്കുള്ള ചെലവ്, അതായത് ഈ പറഞ്ഞുകൊണ്ട് ഒരു പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ അത് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുക, കേന്ദ്രഭരണ പ്രദേശത്തിന് കേന്ദ്ര സഹായം കൊടുക്കുക, ഇതൊക്കെ പദ്ധതികളാണ്, ഇന്ന പദ്ധതിയുടെ പേരിൽ കൊടുക്കുന്നതാണ്. എന്നാൽ പ്രധാനമായിട്ടും വരുന്ന ചെലവെന്ന് പറയുന്നത് പദ്ധതി ഇതരമാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഗവൺമെന്റിന് വിപുലമായിട്ട് നടത്തുന്ന പൊതു സാമ്പത്തിക സാമൂഹ്യ സേവനങ്ങൾക്കുള്ള ചെലവ് എല്ലാം പദ്ധതി ഇതരമാണ്. ഓക്കെ, പലിശ തിരിച്ചടയ്ക്കുക, ഡിഫൻസിന് വേണ്ടിയിട്ട് ഒരു യുദ്ധം വന്നാൽ ഡിഫൻസിന് എടുക്കുക, സബ്സിഡി കൊടുക്കുക, സാലറി കൊടുക്കുക, പെൻഷൻ കൊടുക്കുക, ഇതൊക്കെ പദ്ധതി ഇതര ചെലവാണ്. ഓക്കെ ആണല്ലോ, പദ്ധതി ഇതര ചെലവാണ്, ഓർത്തു വെച്ചേക്കാം. ഓക്കെ, ഇവിടെ അടുത്തത് പറയാൻ പോകുന്നത് മൂലധന ചെലവ്. മൂലധന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എന്താ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? ഭൗതിക ആസ്തികളോ ധനകാര്യ ആസ്തികളോ സൃഷ്ടിക്കുകയോ സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുകയോ ചെയ്യുന്ന ചെലവുകൾ. നമ്മളിപ്പോ ഓൾറെഡി പറയുമ്പോൾ തിരിഞ്ഞു പോകരുത്. റവന്യൂ ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫിസിക്കൽ അസറ്റോ ധനകാര്യ ആസ്തികളോ സൃഷ്ടിക്കുവല്ല, സർക്കാരിന്റെ കയ്യിൽ നിന്നും പൈസ പോവാണ്. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ്. മൂലധന ചെലവിന് ഭൗതിക ആസ്തികൾ ധനകാര്യ ആസ്തികൾ സൃഷ്ടിക്കുന്നു, ബോണ്ട് വാങ്ങിക്കുന്നു, വലിയൊരു ഹോസ്പിറ്റല് കെട്ടുന്നു, അതൊക്കെ ആസ്തികൾ ഉണ്ടാക്കിയിടുകയാണ്. അപ്പം അങ്ങനെ ഉണ്ടാക്കിയിട്ടാൽ, ബോണ്ടൊക്കെ വാങ്ങിച്ചാൽ ഭാവിയിൽ സർക്കാരിന് സാമ്പത്തിക ബാധ്യത കുറയും, അതിൽ നിന്നും പ്രോഫിറ്റ് കിട്ടും, ഹോസ്പിറ്റലിൽ നിന്നും പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അങ്ങനെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെലവാക്കുക, അതിനെയാണ് നമ്മൾ മൂലധന ചെലവ് എന്ന് പറയുന്നത്. ഭൂമി ഏറ്റെടുക്കൽ, കെട്ടിടം, യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ എന്നിവയ്ക്കുള്ള ചെലവുകൾ ഓഹരിയിൽ നിക്ഷേപിക്കുക, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുക, സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശത്തെ സർക്കാരുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും മറ്റ് ഏജൻസികൾക്കുമുള്ള വായ്പകൾ, മുൻകൂർ സഹായം തുടങ്ങിയവ മൂലധന ചെലവിന്റെ ഭാഗങ്ങളാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. ഒറ്റ കാര്യം ഓർക്കുക, മൂലധന ഈ നമ്മളിപ്പോ മോളിൽ പറഞ്ഞില്ലേ, അതായത് റവന്യൂ ചെലവ് തെറ്റിക്കരുത്. ഒരു തരത്തിലും ഫിസിക്കൽ അസറ്റ് ഉണ്ടാക്കാനോ ഷെയർ മാർക്കറ്റിൽ ഇടാനോ ഒന്നും അല്ല കൊടുക്കുന്നത്, ചെലവാക്കി പോവുകയാണ് ചെയ്യുന്നത്. അവിടെ പദ്ധതി ചെലവും ഉണ്ട്, പദ്ധതി ഇതരവും ഉണ്ട്. പദ്ധതി ഇതരമാണ് കൂടുതലായിട്ട് വരുന്നത്, സാമൂഹ്യ സേവനത്തിന് വേണ്ടി ചെലവാക്കുന്നു. എന്നാൽ മൂലധന ചെലവിനകത്ത് നമ്മൾ ഫിസിക്കൽ അസറ്റോ ഷെയർ മാർക്കറ്റിൽ ഇടുകയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ സർക്കാരിന് അതിൽ നിന്നും കിട്ടപ്പോരുണ്ട്. ഓക്കെ ആണല്ലോ, അപ്പൊ അതാണ് ഇവിടെ കൃത്യമായിട്ട് ഓർക്കേണ്ടത്. അത് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ബജറ്റ് രേഖയിൽ മൂലധന ചെലവിനെയും പദ്ധതി ഇതര ചെലവ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടിട്ടുണ്ട് ബഡ്ജറ്റിനകത്ത്. കേന്ദ്ര പദ്ധതി, സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പദ്ധതികൾക്കുള്ള കേന്ദ്ര സഹായം എന്നിവ മൂലധന പദ്ധതി ചെലവിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. മൂലധന പദ്ധതി ചെലവിന്റെ ഭാഗമായിട്ട്. ഓക്കെ, സർക്കാർ ലഭ്യമാക്കുന്ന വിവിധ പൊതു സാമ്പത്തിക സാമൂഹ്യ സേവനങ്ങൾക്കുള്ള ചെലവാണ് മൂലധന പദ്ധതി ഇതര ചെലവിൽ പെടുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കാം. പിന്നെ PSC ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ഈ ഒരു ആക്ട് ഉണ്ടല്ലോ, അതായത് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് 2003. ഇത് നിങ്ങളൊന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക, ഇത് കൃത്യമായിട്ടൊന്ന് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പലവട്ടം ഇത് ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മളിപ്പോ പറയാൻ പോകുന്നത് ബഡ്ജറ്റിനെ പറ്റിയിട്ടാണ്. സന്തുലിത മിച്ച കമ്മി ബഡ്ജറ്റ് നമുക്കിപ്പോൾ ഓൾറെഡി അറിയാം അല്ലെ, നിങ്ങൾക്ക് അറിയാം ബാലൻസ്ഡ് സർപ്ലസ് ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സർക്കാരിന്റെ വരവും ചെലവും തുല്യമായി വരുവാണെങ്കിൽ അത് സന്തുലിത ബഡ്ജറ്റ്. കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുമ്പോൾ അതിൽ തുല്യമായ സംഖ്യ നികുതിയിലൂടെ കണ്ടെത്തിയെങ്കിൽ മാത്രമേ സർക്കാരിന്റെ ബഡ്ജറ്റ് സന്തുലിതമായി നിലനിൽക്കാൻ കഴിയത്തുള്ളൂ. കമ്മി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ചെലവ് കൂടി വരവ് കുറഞ്ഞു, ചെലവ് കുറഞ്ഞു വരവ് കൂടിയെങ്കിൽ അതെന്താണ്? സർപ്ലസ് ആണ് അല്ലെ, മിച്ച ബഡ്ജറ്റ് ആയിട്ട് വരാറുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമ്മളോട് ചോദിച്ച ചോദ്യം എന്താ? ഇപ്പൊ നമ്മള് ക്വസ്റ്റ്യനിൽ കണ്ട ചോദ്യം എന്താ? വരുമാന കമ്മിയും ധനകമ്മിയും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേ. വരുമാന കമ്മി ധനകമ്മി, വരുമാന കമ്മി ധനകമ്മി. വരുമാന കമ്മി മീൻസ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? റവന്യൂ കമ്മിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഗവൺമെന്റിന്റെ റവന്യൂ ചെലവ് അതിന്റെ റവന്യൂ വരവിനേക്കാൾ കൂടുതലാവുന്ന സാഹചര്യമാണ് റവന്യൂ കമ്മി. ഗവൺമെന്റിന്റെ ചെലവ്
ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെ എന്താണ്, അതിന്റെ റവന്യൂ വരവിനേക്കാൾ കൂടുതലാകുന്ന സാഹചര്യമാണ് റവന്യൂ കമ്മി. ഓക്കെ, അപ്പം കൃത്യമായിട്ടൊന്ന് വായിച്ചേ. ധനക്കമ്മി എന്താ? സർക്കാരിന്റെ ആകെച്ചെലവും വായ്പകൾ ഒഴികെയുള്ള ആകെ വരവും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ ധനകമ്മി എന്ന് വിളിക്കുന്നത്. ധനകമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ചെലവിൽ നിന്നും റവന്യൂ വരവ് പ്ലസ് കടബാധ്യത സൃഷ്ടിക്കാത്ത മൂലധന വരവ് കുറയ്ക്കും. ഓക്കെ, ഇതാണ് ധനകമ്മി എന്ന് പറയുന്നത്. അപ്പൊ ഇത് തമ്മിൽ തെറ്റിപ്പോവരുത്. റവന്യൂ കമ്മി ഉണ്ടാക്കുന്നത് റവന്യൂ വരുമാനം റവന്യൂ ചെലവിനേക്കാൾ കുറവാകുമ്പോഴാണ്. അതേസമയം ധനകമ്മി പ്രതിനിധീകരിക്കുന്നത് കടബാധ്യത കൂടാതെയുള്ള ആകെ വരവിൽ നിന്നും അധികമായി വരുന്ന ആകെ ചെലവാണ്. അപ്പൊ ഇത് തമ്മിൽ തെറ്റിപ്പോവരുത്, കൃത്യമായിട്ട് നോക്കുക. സർക്കാർ കമ്മി തിട്ടപ്പെടുന്നത് മെഷർമെന്റ് ഓഫ് ഗവൺമെന്റ് ഡെഫിസിറ്റ് എന്നാണ് ഹെഡിങ് കിടക്കുന്നത്. അതൊന്ന് നോക്കുക. ഇവിടെ ഒന്നുകൂടെ ഞാൻ പറയാം. ഗവൺമെന്റിന്റെ റവന്യൂ ചെലവ് അതിന്റെ റവന്യൂ വരവിനേക്കാൾ കൂടുതലാകുന്ന സാഹചര്യം, വരവിനേക്കാളും കൂടുതൽ ചെലവ് വരുന്നു, അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് റവന്യൂ കമ്മി, റവന്യൂ ഡെഫിസിറ്റ്. സർക്കാരിന്റെ നിലവിലത്തെ വരുമാനത്തെയും ചെലവിനെയും ബാധിക്കുന്ന ഇടപാടുകളാണ് റവന്യൂ കമ്മിയിൽ ഉൾപ്പെടുന്നത്. വരുമാനത്തെക്കാൾ കൂടുതൽ സർക്കാർ ചെലവഴിക്കുന്നു എന്നതിനുള്ള സൂചനയാണ് റവന്യൂ കമ്മി. തൽഫലമായിട്ട് സമ്പദ്ഘടനയിലെ മറ്റു മേഖലകളിൽ നിന്നുള്ള സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം സർക്കാരിന്റെ ഉപഭോഗത്തിനായി ചെലവാക്കേണ്ടി വരും. ഇതിനർത്ഥം നിക്ഷേപ ആവശ്യത്തിന് പുറമെ നിത്യനിദാന ചെലവിന് വേണ്ടിയും സർക്കാർ എന്തിനു പോകണം? വായ്പ എടുക്കണം. ആ അവസ്ഥയിലോട്ട് പോകുന്നു. തന്മൂലം വായ്പയും അവയുടെ പലിശയും വർദ്ധിക്കാൻ ഇടയാവും. ഈ അവസ്ഥയിൽ ചെലവ് ചുരുക്കാൻ സർക്കാർ നിർബന്ധിതമാവും. എന്നാൽ റവന്യൂ ചെലവിൽ ഉൾപ്പെടുന്ന ഭൂരിഭാഗം ഇനങ്ങളും പ്രതിബദ്ധതയുള്ള ചെലവുകളായതിനാൽ അവ കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അതിനാൽ ഉൽപാദനപരമായ മൂലധന ചെലവുകളോ അല്ലെങ്കിൽ ക്ഷേമ ചെലവുകളോ സർക്കാരിന് എന്ത് ചെയ്യേണ്ടി വരും? കുറയ്ക്കേണ്ടി വരും. ഇത് സാമ്പത്തിക വളർച്ച കുറയുന്നതിനും ക്ഷേമ പ്രവർത്തനങ്ങളെയൊക്കെ പ്രതികൂലമായി ബാധിക്കുന്നതിനും ഇടയായിട്ട് മാറുന്നു. എന്നാൽ ധനകമ്മി എന്താ? ഫിസ്ക്കൽ ഡെഫിസിറ്റ് സർക്കാരിന്റെ ആകെ ചെലവിനെ വായ്പ ഒഴികെയുള്ള ആകെ വരവ്, വായ്പയൊക്കെ ഒഴിഞ്ഞിട്ട് ആകെ ചെലവ് ഇപ്പൊ 10,000 ആണ് ആകെ ചെലവെന്ന് വെച്ചോ. സർക്കാരിന്റെ ഒരു വർഷത്തെ ആകെ ചെലവ് 10,000. ഇതിനകത്ത് 5,000 രൂപ, ഇനി സർക്കാരിന് 5,000 രൂപ വായ്പയുണ്ട്. ഇനി വരവ് എന്ന് പറയുന്നത് 6,000 രൂപയാണ് വരവ്. അപ്പൊ എന്താ? സർക്കാരിന്റെ ആകെ ചെലവ് 10,000, വായ്പ 5,000 രൂപ അടയ്ക്കാനുണ്ട്, വരവ് 6,000 ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത്? സർക്കാരിന്റെ ആകെ ചെലവ് എന്ന് പറയുന്നത് 1000 ആണ്, വായ്പ എന്ന് പറയുന്നത് 5,000 ആണ്, വരവ് എന്ന് പറയുന്നത് 6,000 ആണ്. അപ്പൊ ടോട്ടൽ എത്ര കിട്ടും? 10,000 മൈനസ് ഇവിടെ എത്ര രൂപയേ ഉള്ളൂ? 1000 രൂപയേ ഉള്ളൂ. പിന്നെ ഓക്കെ, 9,000 രൂപയെ വരുന്നുള്ളൂ. ഓക്കെ, ഇതാണ് ധനകമ്മി എന്ന് പറയുന്നത്. അപ്പൊ സർക്കാരിന്റെ ആകെ ചെലവും വായ്പകൾ ഒഴികെയുള്ള ആകെ വരവും തമ്മിലുള്ള ആ വ്യത്യാസം, അതാണ് ധനകമ്മി. അപ്പം കുറഞ്ഞ സമയം കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഈ ഇത്രയും പോയിന്റ്സ് പറഞ്ഞത് ഇനി വരുന്ന എക്സാമിന് ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു മേഖലയിൽ നിന്നായിരിക്കും ചോദ്യം വരുന്നത്. താഴോട്ട് കിടപ്പുണ്ട്. താഴോട്ട് കിടക്കുന്നതിനകത്ത് പ്രാഥമിക കമ്മി എന്താണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫിസ്ക്കൽ പോളിസി. എല്ലാവർക്കും അറിയായിരിക്കും, ഇത് സ്ഥിരം ചോദിക്കുന്നതാണ്. ഫിസ്ക്കൽ പോളിസി ഇവിടെ നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്, എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അതും കൂടെ നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ദേശീയ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട ഈ എക്കണോമിക്സിന്റെ മിക്ക ചോദ്യങ്ങളും ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്, മുൻ വർഷങ്ങളിലെ പോലെ തന്നെ. സോ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒഴിവാക്കാതെ പഠിച്ചിട്ട് പോവാം. നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് കാണാം. ബൈ.